അടുത്തായിട്ട് പണിപ്പുരയിൽ കയറാനുള്ള സമയമായിരുന്നു. 78 മണിക്കൂറുകൾക്ക് ശേഷം പണിപ്പുര തുറന്നു. 5 പേർക്ക് 10 സെക്കൻഡാണ് പോകാൻ സാധിച്ചത്. ഒനീൽ, അനീഷ്, നെവിൻ, ബിന്നി, ജിസൈല് ഇവരാണ് പണിപ്പുരയിലേക്ക് പോയത്. തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒനീൽ വീണുപോയി. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ സാധനം അവർക്ക് എടുക്കായിരുന്നു എന്ന് തോന്നുന്നു. അവര് 2045 പോയിന്റിനാണ് സാധനങ്ങൾ എടുത്തത്. ഒരു ബനിയൻ, ഒരു ടീഷർട്ടും ഉണ്ട്. ഇതൊഴികെ ബാക്കി മാക്സിമം ഫുഡ് ഐറ്റംസ് തന്നെയാണ് അവരെല്ലാവരും എടുത്തത്. ആ ഒരു 10 സെക്കൻഡിനുള്ളിൽ അവർക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷമാണ് അനീഷിന്റെ ഡിവോഴ്സിനെ കുറിച്ചുള്ള പരാമർശം. ശാരിക അതിനോട് യോജിക്കുകയും ചെയ്തു. പിന്നീട് അത് എല്ലാവരുമായിട്ട് വാഗ്വാദം ആവുകയും ചെയ്തു. ഡിവോഴ്സ് ഒരാളുടെ മാത്രം തെറ്റല്ല എന്നുള്ള രീതിയിലാണ് അനീഷ് പറഞ്ഞു വന്നത്. എന്താണ് പറഞ്ഞു വന്നെങ്കിലും അതൊരു ശരിയായ കാര്യമല്ലായിരുന്നു. ഡിവോഴ്സ് ഒരാളുടെയോ രണ്ടാളുടെയോ തെറ്റാവാൻ പാടില്ലേ. നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, 99% ഡിവോഴ്സും ശരിയായ ഒരു തീരുമാനം തന്നെയാണ്. പല ഡിവോഴ്സുകളും ഓരോരുത്തരുടെ ജീവിതത്തെ മാറ്റിമറിച്ച വലിയ ശരികളായി മാറിയിട്ടുണ്ട്. ശാരിക പറയുന്നതൊക്കെ എൻ്റെ പൊന്നോ, കള്ളു കുടിച്ച് വീട്ടിൽ വന്ന് ആണുങ്ങൾ ഭാര്യയെ എടുത്തിട്ട് തല്ലും, അതിനുശേഷം കള്ളു കുടിക്കാത്ത സമയത്ത് ഭാര്യയെ സ്നേഹിക്കും. ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് ഡിവോഴ്സ് ചെയ്യുന്നതെന്ന്. ഭാര്യയോട് സ്നേഹമുള്ളവർ കള്ളു കുടിച്ചു വന്ന് ഭാര്യയെ തല്ലുമോ? മദ്യത്തോടാണ് ശരിക്കും സ്നേഹം. മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും ടോക്സിസിറ്റി ആവാതിരിക്കുന്നില്ലല്ലോ അത്. അതിനുശേഷമാണ് ഒനീലിനെയും ജിസൈലിനെയും ജയിലിൽ അടച്ചത്. ജയിലിൽ കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിവസം വന്നു എന്നൊക്കെ ഒനീൽ പറയുന്നുണ്ട്. ഓൾറെഡി ഒനീലിന് ജിസൈലിനോട് ചെറിയൊരു ചായ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പുള്ളി ജിസൈലിന്റെ അടുത്ത് ഒരു റൊമാൻറ്റിക് സാധനമൊക്കെ ഇട്ടാണ് നിൽക്കാറ്. ജയിലിൽ ചപ്പാത്തിയൊക്കെ പരത്തി സുഖമായിട്ട് ജിസൈലിനോട് ഒരു രാത്രി സംസാരിച്ച് കഴിഞ്ഞുകൂടാന്നാണ് ഒനീൽ കരുതിയത്. പക്ഷെ ബിഗ് ബോസ് 7ന്റെ പണിയാണ് കൊടുത്തത്. ഇത്തവണത്തെ ജയിൽ ടാസ്ക് ഭയങ്കര ടഫാണ്. മനുഷ്യ ക്ലോക്ക് എന്നാണ് ടാസ്കിന്റെ പേര്. ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി ചലിക്കുന്നതിന്റെ വേഗതയ്ക്ക് സമാനമായി 2 ഇരുമ്പ് വടികൾ ഒരാൾ തട്ടിക്കൊണ്ടിരിക്കണം. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും മറ്റേയാൾ കൈ കൊട്ടണം. 60 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് 1 മണിക്കൂർ കഴിയുമ്പോൾ അത് നോട്ട് ചെയ്യണം. ആദ്യം ബിഗ് ബോസ് സമയം പറയും. അതിനുശേഷമാണ് ഇവർ ഈ ടാസ്ക് ആരംഭിക്കുന്നത്. പിന്നീട് രാവിലെ ബിഗ് ബോസ് സമയം ചോദിക്കുമ്പോൾ ഇവർ കൃത്യമായിട്ട് ഉത്തരം നൽകിയാൽ അപ്പം തന്നെ റിലീസ് ചെയ്യും. ശരി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മോഹൻലാൽ വരുന്നവരെ ഇവർക്ക് ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഉറങ്ങാതിരുന്നാൽ മാത്രം പോരാ, ചോദിക്കുമ്പോൾ സമയം ശരിയായിട്ട് പറയുകയും വേണം. പെട്ടെന്ന് ആ ഒരു സമയം മുതൽ ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്ത് സമയമൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതായാലും അവർ വല്ലാതെ ടയേർഡായി. 2 മണിയായപ്പോൾ അവർ കൊട്ടലും എഴുതലും ഒക്കെ നിർത്തി ജയിലിൽ കിടന്നിട്ടുണ്ട്. അവർ ഭയങ്കര ടയേർഡായി എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അഭിലാഷും പോയി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണല്ലോ ഈ 7ന്റെ പണി. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക് യു.